ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് കടല വെച്ചിട്ട് ഒരു അടിപൊളി ഐറ്റമാണ് കേട്ടോ. അതിനായിട്ട് ആദ്യം തന്നെ ഞാനിവിടെ കടലയൊന്ന് കുതിർത്തി എടുത്തിട്ടുണ്ട്. കുറച്ച് വലിയ വെള്ളക്കടലയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. തലേ ദിവസം രാത്രി തന്നെ കുതിർത്തിയെടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണ് വേണ്ടത് നോക്കിയിട്ട് പാകത്തിന് എടുക്കുക. ഞാനിവിടെ 1 കപ്പ് അളവിൽ കടല എടുത്തിട്ടുണ്ട്. ഇത് നേരെ നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ആ കടല മൊത്തത്തിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1 കഷ്ണം ഇഞ്ചി ചേർത്ത് കൊടുക്കുക. എൻ്റെ കയ്യിൽ ഇവിടെ ഇഞ്ചി പേസ്റ്റ് ആയതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇവിടെ 1 ടീസ്പൂണ് ഇഞ്ചി പേസ്റ്റ് ചേർത്തത്. പിന്നെ ഇതിലേക്ക് 1/4 കപ്പ് തൈര് ചേർത്ത് കൊടുക്കുക. കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് നല്ല പേസ്റ്റ് പോലെ തന്നെ അരച്ചെടുക്കാം. അപ്പോൾ അത് അരച്ചെടുത്തത് ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് മൊത്തത്തിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അരച്ചെടുത്ത മിക്സിയിൽ 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് അതും ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതാ കുറച്ച് നമ്മൾ വെള്ളം പോലെ തന്നെയാണ് കേട്ടോ ആക്കിയെടുത്തിട്ടുള്ളത്. ഇതിലേക്ക് റവ ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ 1/2 കപ്പ് റവയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. വറുത്തതോ വറുക്കാത്തതോ ഏത് റവയാണെങ്കിലും കുഴപ്പമില്ല. ഞാനിവിടെ വറുക്കാത്ത റവയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ആദ്യം ഞാൻ 1/4 കപ്പ് റവ ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുത്ത ശേഷം ലേശം കൂടെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു 1/4 കപ്പും കൂടെ വെള്ളം ചേർത്ത് കൊടുത്തിട്ട് ഒരു 2 ടേബിൾ സ്പൂണും കൂടെ റവ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. ഒരു 10-20 മിനിറ്റ് ഇത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം കേട്ടോ. ആ റവയൊക്കെ നന്നായിട്ട് കുതിർന്ന് വരാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ റവയൊക്കെ നന്നായിട്ട് തന്നെ കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പാകത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് ഒരു സവാളയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് തന്നെ കനം കുറച്ച് വേണം കേട്ടോ കട്ട് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ സവാളയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇത് നമുക്ക് ചുട്ടെടുക്കാം. ചുട്ടെടുക്കാനായിട്ട് ഞാനിവിടെ ദോശത്തവയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ദോശത്തവയിലേക്ക് ലേശം വെളിച്ചെണ്ണ ഒന്ന് ആക്കി കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ തന്നെ നമ്മൾ മാവ് ഒഴിച്ചു കൊടുത്തിട്ട് ചുട്ടെടുക്കാം. മാവ് ഒരുപാട് വെള്ളമാവാൻ പാടില്ല. ഈ ഒരു കട്ടിക്കാണ് കേട്ടോ ആയി കിട്ടേണ്ടത്. ഇതുപോലെ ഒരു സ്പൂൺ വെച്ചിട്ട് നമ്മളൊന്നിങ്ങനെ റൗണ്ട് ഷേപ്പിലാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് എള്ള് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് വെളുത്ത എള്ളും കുറച്ച് കറുത്ത എള്ളും ചേർക്കുന്നുണ്ട്. നമ്മുടെ കയ്യിൽ ഏതാണോ ഉള്ളത് അത് ചേർക്കാം കേട്ടോ. ഇനിയിപ്പോൾ അതില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. നമ്മൾ രാവിലെ കഴിക്കുന്ന ബ്രേക്ക്ഫാസ്റ്റ് കുറച്ച് ഹെൽത്തിയും ടേസ്റ്റിയും പ്രോട്ടീൻ ഉള്ളതൊക്കെ ആണല്ലോ. അതുകൊണ്ടാണ് ഞാൻ കുറച്ച് എള്ള ആഡ് ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നിങ്ങൾക്ക് വെളിച്ചെണ്ണ വേണമെങ്കിൽ വെളിച്ചെണ്ണ ആക്കി കൊടുക്കാം കേട്ടോ. ഒട്ടും എണ്ണയൊന്നും കഴിക്കാൻ പറ്റാത്തവർക്ക് ഫ്രൈ പാനിൽ ഇട്ടിട്ട് ഡ്രൈ ആയിട്ടും ചുട്ടെടുക്കാവുന്നതാണ് കേട്ടോ. ഈ ഒരു നോൺ സ്റ്റിക്ക് പാനിൽ വെച്ചിട്ട് നമ്മൾ ഒട്ടും എണ്ണയില്ലാതെ ഡ്രൈ ആയിട്ട് തന്നെ ചുട്ടെടുക്കാവുന്നതാണ്. ഇനി ഇതിപ്പോൾ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിത് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അതിനെ തിരിച്ചും മറിച്ച് ഇട്ട് കൊടുത്ത് നന്നായിട്ട് തന്നെ ഒന്ന് മൊരിയിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ കണ്ടില്ലേ, കാണാൻ നല്ല ഭംഗിയാണ്. അതുപോലെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റുമാണ്, സോഫ്റ്റുമാണ്. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കൂടെ തന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ചാനൽ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പുതിയ വീഡിയോസായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. ബൈ.